കുഞ്ഞു ഡോണറ്റ്സ് ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബേക്കറി സ്റ്റൈൽ ഡോണറ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് ഈസ്റ്റ് ഒന്ന് ഏറ്റവും അവനിട്ട് വയ്ക്കണം. അതിനുശേഷം നമുക്ക് എടുക്കേണ്ടത് 1 ഗ്ലാസ് വീറ്റ് പൗഡറാണ്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 സ്പൂൺ പഞ്ചസാര. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആക്ടിവേറ്റായ ഈസ്റ്റ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച വീറ്റ് മിക്സിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുക്കണം. ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിന് വെള്ളം എടുത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ 5 മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് കൂടി കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ഡോ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് ഈ വേപ്പറൊക്കെ അയച്ചിട്ട് നമ്മുടെ ഡോ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിത്തിരി വീറ്റ് പൗഡർ തൂവിയിട്ട് നമ്മളുടെ ഈ ഡോ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തണ്ട കേട്ടോ. 1 സെൻറ്റിമീറ്റർ കട്ടി മതി പരത്തിയെടുക്കുമ്പോൾ. ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ. ഇനി നമുക്ക് ഇതുപോലത്തെ 2 മൂടി എടുത്തിട്ട് ഒരെണ്ണം വലുതും ഒരെണ്ണം കുഞ്ഞിതും എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അമർത്തുക. അമർത്തിയതിന് ശേഷം നമ്മൾ ഇത് ഡോണറ്റിൻ്റെ ഷേപ്പായിട്ട് ഉണ്ടാക്കുന്നത്. അമർത്തിയതിന് ശേഷം അത് പതുക്കെ എടുക്കുക. ഒരു കാരണവശാലും അമരാനൊന്നും പാടില്ല നമ്മൾ ഉണ്ടാക്കി വെച്ച ഡോണറ്റ്സുമ്മേ. കാരണം ഒരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ്. ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ ഓരോ പാടുകളൊക്കെ നമ്മൾ ഡോണറ്റ്സിൽ വരും. അപ്പോൾ വികൃത രൂപമാവട്ടെ നമ്മുടെ ഡോണറ്റ്സ്. ഡോണറ്റ്സിൻ്റെ ഷേപ്പേ വരില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കട്ടോ. ഗായ്സ്, 1 കപ്പ് വീറ്റ് പൗഡറാണ് നമ്മൾ ഇത്ര അധികം ഡോണറ്റ്സ് ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് കുറേ ഡോണറ്റ്സ് കിട്ടി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 എനിക്ക് 16 ഡോണറ്റ്സ് ആണ് എനിക്ക് കിട്ടിയത്. ഇനി നമുക്കിത് 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. മിനിമം 1.5 അവർ നമുക്ക് ഡോണറ്റ്സിനെ ഫ്രഷ് വേപ്പ് വെച്ചൊന്ന് കവർ ചെയ്യാം. 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 30 മിനിറ്റ്സിന് ശേഷം ഡോണറ്റ്സിൻ്റെ സൈസ് ആകെ മാറിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഡീപ്പ് ഫ്രൈ ചെയ്യണം. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇത് കോരി മാറ്റി. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഡോണറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാ ഡോണറ്റ്സും ഇതുപോലെ ഈ പ്രൊസീജിയറിൽ തന്നെ ഡീപ്പ് ഫ്രൈ ചെയ്യാം. നമ്മളെല്ലാ ഡോണറ്റ്സും റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഒരു പരിപാടി കൂടി ഉണ്ട്, ആ പരിപാടി ചെയ്യാം. അപ്പോൾ എല്ലാതും നമ്മളുടെ ചോക്ലേറ്റ് ഗനാഷിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ആർക്ക് കോമ്പൗണ്ടാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡബിൾ ബോയിലാണ് ചെയ്തത്. അപ്പോൾ നല്ല ഗ്ലേസിങ് ഉണ്ട്. ഇനി ഞങ്ങളിതിൽ ഷുഗറൊന്ന് വിതറും. ഇതുപോലെ വിതറും. നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഡോണറ്റ്സ് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ വീറ്റ് പൗഡർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അഥവാ നമ്മൾ മൈദ പൗഡർ കൊണ്ടാണ് ഉണ്ടാക്കണമെങ്കിൽ ഇതിനേക്കാൾ നല്ല സോഫ്റ്റായി വന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് നോക്കിയിട്ടാണ് നിങ്ങൾ വീറ്റ് പൗഡർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ മൈദ പൗഡർ വെച്ചിട്ട് അല്ലെങ്കിൽ വീറ്റ് പൗഡർ വെച്ചിട്ടാലും ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ലൈക്കും ഡിസ്ലൈക്കും എന്തിനാണ് ചെയ്തത് അതിന് കമൻറ്റും ഇടാൻ മറക്കരുത്. അടുത്ത റെസിപ്പിയായി വരുന്നതിനോടൊപ്പം ഏവർക്കും ബൈ.